ഹലോ സ്റ്റുഡൻസ്, മെഡിക്കൽ ഇലക്ട്രോണിക്സ് ലാബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പ്രിസിഷൻ റെക്ടിഫയേഴ്സിനെ പറ്റിയാണ്. കഴിഞ്ഞൊരു ലാബിൽ ഞാൻ പ്രിസിഷൻ ഹാഫ് വേവ് റെക്ടിഫയേഴ്സ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ലാബിൽ ഞാൻ പ്രിസിഷൻ ഫുൾ വേവ് റെക്ടിഫയർ എന്താണെന്നാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ സർക്യൂട്ടും ഒക്കെ വെച്ചിട്ട് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം എയിം ഓഫ് ദ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് ടു സെറ്റപ്പ് എ പ്രിസിഷൻ ഫുൾ വേവ് റെക്ടിഫയർ ആൻഡ് പ്ലോട്ട് ദ വേവ് ഫോംസ്. ഇതാണ് നമ്മുടെ എയിം. അപ്പോൾ ഇത് രണ്ട് എക്സ്പെരിമെൻ്റ് ആയിട്ട് നമ്മൾ എഴുതണ്ട, ഞാൻ നിങ്ങളോട് പറഞ്ഞു ഒരു എക്സ്പെരിമെൻ്റ് ആയിട്ട് എഴുതിയാൽ മതി. അതിൽ പിന്നെ അതേപോലെ തന്നെ എക്യുപ്മെൻറ്റ്സ് എന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെ എഴുതുക. ബ്രെഡ് ബോർഡ്, ഫംഗ്ഷൻ ജനറേറ്റർ, DSO, ഡ്യുവൽ പവർ സപ്ലൈ, ദെൻ IC741, ദെൻ റെസിസ്റ്റേഴ്സ്, ഡയോഡ്സ്. ഇത്രയും സാധനങ്ങൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഇത് എക്യുപ്മെൻറ്റ്സ് ബാർ കമ്പോണൻസിൽ എഴുതി വെക്കണം. ദെൻ നമ്മുടെ സർക്യൂട്ട് ഡയഗ്രാമാണിത്. പ്രിസിഷൻ ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ സർക്യൂട്ട് ഡയഗ്രാമാണ്. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കുള്ളത് അതിൻ്റെ തിയറി നിങ്ങളെ റെഫർ കോഡിൽ വേണ്ടതാണ്. ഞാൻ നിങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ തിയറി എന്താണ് പ്രിസിഷൻ റെക്ടിഫയറിൻ്റെ അഡ്വാൻറ്റേജ്, അല്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് നിങ്ങൾ പഠിച്ചാണല്ലോ, ബേസിക് ഇലക്ട്രോണിക്സ് ലാബിലൊക്കെ നമ്മൾ ചെയ്തതാണ്. ഓർഡിനറി റെക്ടിഫയേഴ്സൊക്കെ നമ്മൾ ചെയ്തതാണ്. ഡയോഡ് റെക്ടിഫയേഴ്സ്. അപ്പോൾ ആ ഡയോഡ് റെക്ടിഫയറിന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ലിമിറ്റേഷൻസ് ഓവർകം ചെയ്യുന്നത് നമ്മൾ പ്രിസിഷൻ റെക്ടിഫയേഴ്സിലൂടെയാണ്. അതിൻ്റെ മെയിനായിട്ടൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ഡയോഡ് റെക്ടിഫയറിൽ നമ്മൾ റെക്ടിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഡയോഡിനെ ഒരു കണ്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പം സിലിക്കണാണ് ഡയോഡാണെങ്കിൽ അതിന് ഒരു 0.6 വോൾട്ടെങ്കിലും വേണം. ആ 0.6 എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ഡയോഡ് കണ്ടക്ട് ചെയ്യുള്ളൂ. അപ്പം 0.6 താഴെയുള്ള വേവ് ഫോമിനെ നമുക്ക് ഒരിക്കലും നോർമൽ റെക്ടിഫയേഴ്സിൽ അല്ലെങ്കിൽ ഡയോഡ് റെക്ടിഫയർ വെച്ചിട്ട് നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റില്ല. 0.7 അല്ലെങ്കിൽ 0.6 താഴെയുള്ള വേവ് ഫോംസ്, 0.7 വോൾട്ട് താഴെ ആംപ്ലിറ്റ്യൂഡ് വരുന്ന സിഗ്നൽസിനൊന്നും നമുക്ക് നോർമൽ റെക്ടിഫയർ, അതായത് ഡയോഡ് റെക്ടിഫയർ ഉപയോഗിച്ചിട്ട് നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു കേസിലാണ് നമ്മൾ പ്രിസിഷൻ റെക്ടിഫയർ ഉപയോഗിക്കേണ്ടി വരിക. പ്രത്യേകിച്ചും നിങ്ങളുടെ ഫീൽഡിൽ, ബയോമെഡിക്കൽ ഫീൽഡ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വളരെ ലോ ആംപ്ലിറ്റ്യൂഡ്, വളരെ വീക്കായിട്ടുള്ള സിഗ്നൽസ്, വളരെ ലോ ആംപ്ലിറ്റ്യൂഡിൽ വരുന്ന സിഗ്നൽസിനൊക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? റെക്ടിഫൈ ചെയ്യേണ്ടതായിട്ട് വരും, അല്ലേ? പല സിഗ്നൽസ് നമ്മുടെ ബോഡിയുടെ പല പാർട്ടിൽ നിന്നൊക്കെ വരുന്ന സിഗ്നൽസ് എന്ന് പറഞ്ഞാൽ ലോ ആംപ്ലിറ്റ്യൂഡ് സിഗ്നൽസ് ആയിരിക്കും. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് റെക്ടിഫിക്കേഷൻ്റെ ആവശ്യം വരും. അപ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സർക്യൂട്ടാണിത്. അപ്പോൾ അതിൽ നമുക്ക് വെറും ഡയോഡ് മാത്രമോ അല്ലെങ്കിൽ പാസീവ് ഡിവൈസ് മാത്രം വെച്ചിട്ടൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് പിന്നെ എന്ത് വേണ്ടി വരും? ആക്റ്റീവ് ഡിവൈസ് എന്തായാലും ഉപയോഗിക്കേണ്ടി വരും, അതായത് ഓപ്പാമ്പ്. ഇവിടെ നമ്മൾ 2 ഓപ്പാമ്പ് ഉപയോഗിച്ചിട്ടാണ് സർക്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 741 ആണ് നമ്മുടെ ഓപ്പാമ്പ്. അപ്പോൾ 2 ഓപ്പാമ്പ് വെച്ചിട്ടുള്ളൊരു സർക്യൂട്ടാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ ഓക്കെ, ഇവിടെ നമുക്ക് കാണാം പിന്നെ ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത് 0.7 വോൾട്ടാണ്. VI വളരെ കുറഞ്ഞ ആംപ്ലിറ്റ്യൂഡേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. 0.7 VM ആണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പോസിറ്റീവ് ഇതാണ് നമ്മുടെ ഇൻപുട്ട് വേവ് ഫോം ഇതാണ്. അപ്പോൾ പോസിറ്റീവിലേക്ക് 0.7 വോൾട്ട് പോകുന്നു, നെഗറ്റീവിലേക്കും -0.7 വോൾട്ട്. അപ്പോൾ പീക്ക് ടു പീക്ക് നോക്കുന്ന സമയത്ത് 1.4 വോൾട്ടുള്ളൊരു വേവ് ഫോം നമ്മൾ കൊടുക്കണം. ഓക്കെ, അങ്ങനെ കൊടുത്തിട്ടാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതേ ആംപ്ലിറ്റ്യൂഡ് തന്നെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നോർമൽ ഒരു റെക്ടിഫയറിലേക്ക് ഈ 0.7 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊന്നും ഔട്ട്പുട്ട് കിട്ടില്ല. എന്ന് വെച്ചാൽ ഡയോഡ് കണ്ടക്ട് ചെയ്യാൻ തന്നെ 0.7 വേണം, അല്ലേ? ആ ഡയോഡ് കണ്ടക്ട് ചെയ്യണമെങ്കിൽ, അല്ല അതിൻ്റെ കട്ടിൻ വോൾട്ടേജ് എന്ന് പറയുന്നത്, അല്ലെ NE വോൾട്ടേജ് എന്ന് പറയുന്നത് 0.7 ആണ്. അതുകൊണ്ട് ആ 0.7 കൂടുതൽ വന്നാൽ മാത്രമേ ഡയോഡ് കണ്ടക്ട് ചെയ്യുള്ളൂ. അതുകൊണ്ട് നോർമൽ റെക്ടിഫയേഴ്സിൽ, ഡയോഡ് റെക്ടിഫയറിൽ നമുക്കൊന്നും കിട്ടില്ല. പക്ഷേ ഇവിടെ നമുക്ക് 0.7 വളരെ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞാണെങ്കിൽ ഔട്ട്പുട്ട് കിട്ടും. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ 2 സ്റ്റേജസാണ് ഉള്ളത്. ഇവിടെ ഒന്നാമത്തെ ഓപ്പാമ്പ് നിങ്ങൾക്ക് ഇവിടെ കാണാം. പിന്നെ ഇതൊരു ഇൻവേർട്ടിംഗ് മോഡിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ മോഡിലാണ് ഈ ഒന്നാമത്തെ ഓപ്പാമ്പ് വർക്ക് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ ഓപ്പാമ്പ് എന്ന് പറയുന്നത് അത് 2 മോഡിൽ വർക്ക് ചെയ്യും. അത് ഇൻവേർട്ടിംഗ് മോഡിലും വർക്ക് ചെയ്യും, നോൺ ഇൻവേർട്ടിംഗ് മോഡിലും വർക്ക് ചെയ്യും. 2 മോഡിൽ വർക്ക് ചെയ്യും. അതിലേക്ക് വരുന്ന സിഗ്നലിനനുസരിച്ചിട്ട്, എവിടെയാണോ സിഗ്നൽ കിട്ടുന്നത് അതിനനുസരിച്ചിട്ട് ഇൻവേർട്ടിങ്ങും നോൺ ഇൻവേർട്ടിംഗ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് ഇൻവേർട്ടിംഗ് ഈ സ്റ്റേജ് എന്ന് പറയുന്നത്, ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണ്.
അത് നിങ്ങൾക്ക് കാണാം ഈ ഒരു ഫീഡ്ബാക്ക് ഇവിടെ ഉണ്ട്. ഫീഡ്ബാക്ക് വന്നിരിക്കുന്നത് ഈ ഡയോഡ് ഇവിടെ ഇട്ടുണ്ട്. ഡയോഡിലൂടെയാണ് ഫീഡ്ബാക്ക് റെസിസ്റ്റർ വരുന്നത് അല്ലേ. ഇതാണ് RF. അപ്പോൾ ഡയോഡും കൂടെ ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഇൻവേർട്ടിങ്ങിലേക്കാണ് ഫീഡ്ബാക്ക്. നമ്മൾ അതേപോലെ തന്നെ ഇൻപുട്ട് കൊടുക്കുന്ന എവിടത്തേക്കാണ്? ഇൻവേർട്ടിങ് ഇൻപുട്ടിലേക്കാണ്. അതുകൊണ്ട് തന്നെ അതൊരു ഇൻവേർട്ടിങ് ആംപ്ലിഫയർ ആണ്. ഈ സ്റ്റേജ് എന്ന് പറയുന്നത് ഇൻവേർട്ടിങ് ആംപ്ലിഫയർ ആണ്. പിന്നെ ഇവിടെ മറ്റൊരു ഡയോഡ് ഇട്ടിട്ട് ഒരു ഫീഡ്ബാക്ക് കൊടുത്തിട്ടുണ്ട്. അതും എവിടത്തേക്കാണ് വരുന്നത്? ഇൻവേർട്ടിങ് ഇൻപുട്ടിലേക്കാണ്. സോ ഇൻവേർട്ടിങ് ആംപ്ലിഫയർ ആണിത്. 2 പാത്ത് ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഇതെന്ന് പറയുന്നത് ഈ സ്റ്റേജ് ഞാൻ പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പോൾ ഒന്നാമത്തെ സ്റ്റേജ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സൈൻ വേവിൻ്റെ ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഇവിടെ വരികയെന്ന് വിചാരിക്കുക. ഇവിടെ കൊടുത്തിരിക്കില്ലേ, ഇവിടെ വരുന്നത് പോസിറ്റീവ് സൈക്കിളാണ്. ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് ഇതിൻ്റെ ഔട്ട്പുട്ടിൽ പിന്നെ നമ്പർ 6 അല്ലേ ഇവിടെ ഉണ്ടാവുക. ഇത് ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആയതുകൊണ്ട് ഇവിടെ ഒരു നെഗറ്റീവ് ഗോയിങ് സിഗ്നൽ ഉണ്ടാവുക. നെഗറ്റീവിലേക്ക് പോകുന്നൊരു സിഗ്നലാണ് ഉണ്ടാവുക. ഇവിടെ വരുന്നതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇവിടെ വരുന്നത് അല്ലേ. ഇൻപുട്ടിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണല്ലോ. അപ്പോൾ ഇവിടെ പോസിറ്റീവ് വരികയാണെങ്കിൽ ഇവിടെ ഒരു നെഗറ്റീവ് സിഗ്നൽ ഉണ്ടാവും. ഇവിടെ ഒരു നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ 2 ഡയോഡ് ഇവിടെ ഉണ്ട്. D1 ഉണ്ട്, D2 ഉണ്ട്. ഇവിടെ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ കണ്ടക്ട് ചെയ്യാൻ ചാൻസ് ഉള്ള ഡയോഡ് ഏതാണ്? D1 ആണ് അല്ലേ. D1 കാഥോഡിലാണ് നെഗറ്റീവ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ D1 ആയിരിക്കും കണ്ടക്ട് ചെയ്യുക. ഇവിടെ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഈ D2 കണ്ടക്ട് ചെയ്യില്ല, D1 കണ്ടക്ട് ചെയ്യും അല്ലേ. അപ്പോൾ D1 കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് സർക്യൂട്ടിലേക്ക് ഈ റെസിസ്റ്റർ ആയിരിക്കും ഫീഡ്ബാക്ക് പാത്തിൽ ഉണ്ടാവുക. ഈ റെസിസ്റ്ററാണ് ഫീഡ്ബാക്ക് പാത്തിലുണ്ടാവുക. അപ്പോൾ ഇവിടെയാണ് സിഗ്നൽ ഉണ്ടാവുക. ഈ പോയിന്റിലാണ് സിഗ്നൽ ഉണ്ടാവുക അല്ലേ. അത് എങ്ങനെയുള്ള സിഗ്നൽ ആയിരിക്കും? ഇതൊരു നെഗറ്റീവ് ആയിരിക്കും അല്ലേ. ഈ നെഗറ്റീവ് സിഗ്നൽസ് നമ്മൾ എവിടത്തേക്കാണ് പോകുന്നത് നോക്കുക. ഇവിടെ ഒരു ഈ ഒരു നെഗറ്റീവ് സിഗ്നൽസ് ഇവിടെ വരുന്ന സമയത്ത് ഈ ഒരു രണ്ടാമത്തെ സ്റ്റേജ് വർക്ക് ചെയ്യുന്നത് ഒരു ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആയിട്ടാണ്. ബിക്കോസ് ഇവിടെ ഇൻപുട്ട് വരുന്നു. അത് ഏത് ഇൻപുട്ടിലേക്കാണ് വരുന്നത്? ഇവിടെ RFഉം R1 ഒക്കെ ഇവിടെ ഉണ്ട്. അത് എവിടത്തേക്കാണ് വരുന്നത്? ഇൻവേർട്ടിംഗ് ഇൻപുട്ടിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഇൻവേർട്ടഡ് ആയിട്ടുള്ള സിഗ്നൽസിന് എന്ത് ചെയ്യത്? ഒന്നും കൂടെ ഇൻവേർട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ഒരു പോസിറ്റീവ് സിഗ്നലാണ് അല്ലേ. പോസിറ്റീവിലേക്ക് പോകുന്നൊരു ഹാഫ് സൈക്കിളല്ലേ ഇവിടെ കിട്ടുക അല്ലേ. ആ പോസിറ്റീവ് ഹാഫ് സൈക്കിളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്ത സൈക്കിൾ വരികയെന്ന് വിചാരിക്കുക. ഇവിടെ VI എന്ന് പറഞ്ഞത് ആദ്യം പോസിറ്റീവ് വന്നു, അപ്പോഴുള്ള കേസാണ് ഞാൻ പറഞ്ഞത്. ഇനി ഇവിടെ നെഗറ്റീവ് സൈക്കിൾ വരികയാണ്. അതായത് നെഗറ്റീവ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഇതാണ് നെഗറ്റീവ് സൈക്കിൾ അല്ലേ. ഈ നെഗറ്റീവ് സൈക്കിൾ ഇവിടെ വരികയാണ്. അപ്പോൾ നെഗറ്റീവ് സൈക്കിളിലൂടെ വരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ നെഗറ്റീവാണ് വരുന്നതെങ്കിൽ ഇതൊരു ഒന്നാമത്തെ സ്റ്റേജ് എന്താണ്? ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണല്ലോ അല്ലേ. ഇവിടെ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തുണ്ടാവുക? ഇവിടെ പോസിറ്റീവാണ് ഉണ്ടാവുക അല്ലേ. പോസിറ്റീവ് അവിടെ പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റിൽ പിന്നെ നമ്പർ 6ൽ പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ ഏത് ഡയോഡ് ആയിരിക്കും കണ്ടക്ട് ചെയ്യുക? രണ്ടാമത്തെ ഡയോഡ്, ദാറ്റ് ഈസ് ഡയോഡ് D2 കണ്ടക്ട് ചെയ്യും അല്ലേ. ഡയോഡ് D2 കണ്ടക്ട് ചെയ്യും. ഡയോഡ് D1 എന്തായിരിക്കും? റിവേഴ്സ് ബയസ് ആയിരിക്കും. അപ്പോൾ ഇതിലെയാണ് കറണ്ട് ഫ്ലോ ഉണ്ടാവുക അല്ലേ. ഇത് കണ്ടക്ട് ചെയ്യും. അപ്പോൾ ആ സമയത്ത് വരുന്ന ഫീഡ്ബാക്ക് റെസിസ്റ്റർ എന്ന് പറയുന്നത് ഈ 100K തന്നെ, പക്ഷേ ഈ പാത്തിലൂടെ ആയിരിക്കും ഫീഡ്ബാക്ക് കിട്ടുക. ഇവിടെ കണക്ഷൻ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഇവിടെയാണ് സിഗ്നൽ ഉണ്ടാവുക. അപ്പോൾ ഇവിടുത്തെ സിഗ്നൽ എങ്ങനെയാണ്? ഇവിടുത്തെ സിഗ്നൽ എങ്ങോട്ടേക്ക് പോകുന്നതാണ്? പോസിറ്റീവ് ഗോയിങ് സിഗ്നലാണ് അല്ലേ. പോസിറ്റീവ് ഗോയിങ് സിഗ്നലാണ്. അതൊരു പോസിറ്റീവ് സാധനമാണ് ഇവിടെ വരുന്നത്. പോസിറ്റീവ് സിഗ്നലാണ് ഇവിടെ വരുന്നത്. ഈ സിഗ്നൽ എവിടത്തേക്ക് കൊടുത്തിരിക്കുന്നത്? ഒരു നോൺ ഇൻവേർട്ടിംഗ് മോഡിലാണ് ഇപ്പോൾ ഈ ഒരു ഓപ്പാമ്പ് വർക്ക് ചെയ്യുക. രണ്ടാമത്തെ ഓപ്പാമ്പ് വർക്ക് ചെയ്യുക. അതായത് 3ലേക്കാണ് ഇൻപുട്ട് വരുന്നത്, 3ലേക്കാണ് സിഗ്നൽ വരുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? അത് നോൺ ഇൻവേർട്ടിംഗ് മോഡായതുകൊണ്ട് ഇവിടെ പോസിറ്റീവ് വരുന്ന സമയത്ത് ഇവിടെയും പോസിറ്റീവ് തന്നെ ഉണ്ടാവുക അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ നെഗറ്റീവ് സൈക്കിളിൽ എന്ത് ചെയ്ത് നേരെ തിരിച്ചിട്ട് രണ്ടാമത്തെ ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് നമുക്ക് കിട്ടുക എന്താണ്? ഒരു പോസിറ്റീവ് സൈക്കിൾ തന്നെയാണ് നമുക്ക് കിട്ടുക. അതേപോലെ തന്നെ അപ്പോൾ ആ രീതിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പം പോസിറ്റീവ് സൈക്കിൾ വരുന്ന സമയത്തും നെഗറ്റീവ് സൈക്കിൾ വരുന്ന സമയത്ത് ഇവിടെ എന്താ ഉണ്ടാവുക? പോസിറ്റീവ് സൈക്കിൾസ് തന്നെയാണ് ഉണ്ടാവുക. അങ്ങനെയാണത് റെക്ടിഫൈ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഒന്നുമില്ല, സിമ്പിളാണ്. ഒന്നാമത്തെ നിങ്ങളിങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഞാൻ കൂടുതലായിട്ട് അതിൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. നിങ്ങൾക്കത് മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി ഞാൻ പറയുകയാണ്. ഒന്നാമത്തെ 741 എന്ന് പറയുന്നത് വർക്ക് ചെയ്യുന്നത് ഒരു ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ മോഡിലാണ്. ഇൻവേർട്ടിംഗ് ഇവിടെ വരുന്നത് എന്താണോ അതെന്ത് ചെയ്യും? ഇൻവേർട്ടഡ് ആയിട്ടാണ് അതിൻ്റെ ഔട്ട്പുട്ടിൽ ഉണ്ടാവുക. അത് മനസ്സിലാക്കുക. അപ്പം പോസിറ്റീവ് ആണെങ്കിൽ ഇവിടെ നെഗറ്റീവ് വരും, നെഗറ്റീവ് ആണെങ്കിലോ ഇവിടെ പോസിറ്റീവ് വരും. ഓക്കെ, അപ്പം പോസിറ്റീവ് വരുന്ന സമയത്ത് ഇവിടെ നെഗറ്റീവാണ്, നെഗറ്റീവ് വരുന്ന സമയത്ത് ഈ ഡയോഡാണ് കണ്ടക്ട് ചെയ്യുക അല്ലേ. അപ്പോൾ നമ്മുടെ ഇൻപുട്ട് ഏതാണ്? ഇവിടെയാണ് ഇൻപുട്ട് അല്ലേ. അപ്പോൾ രണ്ടാമത്തെ ഓപ്പാമ്പ് വർക്ക് ചെയ്യുന്നത് ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ മോഡിലായിരിക്കും വർക്ക് ചെയ്യുക. ഇൻവേർട്ടിംഗ് മോഡിലാണ് രണ്ടാമത് വർക്ക് ചെയ്യുക. ഇനിയിപ്പോൾ ഇവിടെ നെഗറ്റീവ് വരുന്ന ഇൻപുട്ടിൽ നെഗറ്റീവ് വരുന്ന സമയത്തോ ഇവിടെ പോസിറ്റീവാണ് ഉണ്ടാവുക അല്ലേ. പോസിറ്റീവ് അവിടെ ഉണ്ടാവുക. പോസിറ്റീവ് വരുന്ന സമയത്ത് ഇവിടെയാണ് സിഗ്നൽ വരുന്നത്. ഈ സമയത്ത് ഈ ഓപ്പാമ്പ് എങ്ങനെ വർക്ക് ചെയ്യുക? നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ മോഡിലാണ് വർക്ക് ചെയ്യുക. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് രണ്ട് സമയത്തും പോസിറ്റീവ് ഹാഫ് സൈക്കിളിലൂടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ വർക്കിംഗ്. അപ്പോൾ അതിൻ്റെ വർക്കിങ്ങിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ പിന്നെ ഇതിലുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ വർക്കിംഗ് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ അത് വായിച്ച് നോക്കുക കറക്റ്റായിട്ട്. നമുക്ക് റെക്കോർഡിലൊക്കെ ഇത് വേണ്ടതാണ്.
പിന്നെ അതിൻ്റെ പ്രൊസീജിയർ ഇവിടെ ഉണ്ട്. പ്രൊസീജിയർ നമ്മൾ റഫ് റെക്കോർഡിലൊക്കെ വേണ്ടതാണ്. റഫ് റെക്കോർഡിലും ഫെയർ റെക്കോർഡിലൊക്കെ എഴുതി വെക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ തന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അല്ലേ. നമ്മൾ ഇൻപുട്ട് ചെയ്യേണ്ടത് ഫംഗ്ഷൻ ജനറേറ്റർ ഉപയോഗിച്ചിട്ടാണ്. നമ്മൾ അപ്ലൈ ഇൻപുട്ട് സൈൻ വേവ് ഫ്രം ഫംഗ്ഷൻ ജനറേറ്റർ വിത്ത് 0 ഓഫ്സെറ്റ് വോൾട്ടേജ്. എന്നിട്ട് നമ്മൾ DSOയിൽ ഒബ്സർവ് ചെയ്യണം അല്ലേ. ഒബ്സർവ് ദ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വേവ് ഫോംസിൻ്റെ DSO ആൻഡ് DC coupled mode. വെരിഫൈ ദ ഔട്ട്പുട്ട് ബൈ അപ്ലൈയിങ് ഇൻപുട്ട് വോൾട്ടേജ് ബിലോ 0.7 വോൾട്ട്. 0.7 താഴെയുള്ളൊരു വോൾട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. എങ്കിലേ നമുക്ക് മനസ്സിലാവുള്ളൂ വീക്കായിട്ടുള്ള സിഗ്നൽസിനെ ആംപ്ലിഫൈ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇത്രയും രീതിയിലുള്ള സിഗ്നൽ നമ്മൾ കൊടുക്കണം. ഇനി നമുക്കത് ഞാനൊരു സ്പൈസ് അല്ലേ, നമ്മുടെ സിമുലേഷൻ സോഫ്റ്റ്വെയർ ഏതാണ്? PSpice ആണ്. PSpice വെച്ചിട്ട് നമുക്കൊന്ന് സിമുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ എങ്ങനെയാണ് കിട്ടുന്നതെന്ന് നോക്കാം വേവ് ഫോംസ്. അപ്പോൾ PSpice ഒന്ന് റൺ ചെയ്യിക്കാം. PSpice കാഡൻസ് എന്ന് പറയുന്ന ഫോൾഡറിലാണ് ഉണ്ടാവുക. കാഡൻസിൽ ഓർക്കാഡ് ക്യാപ്ചർ സിസ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഓർക്കാഡിൻ്റെ ഒരു വിൻഡോ വരും. അപ്പോൾ അതിൽ നമുക്ക് ഞാൻ നേരത്തെ അത് വരച്ച് വെച്ചിട്ടുണ്ട്. ആ സർക്യൂട്ട് ഡയഗ്രം ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ റൺ ചെയ്യാനുള്ള പ്രിസിഷൻ റെക്ടിഫയർ സർക്യൂട്ട് ഡയഗ്രം ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നോക്കാം. ഓൾറെഡി ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ആ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ള വരച്ച് വെച്ചിട്ടുള്ള സ്കീമാറ്റിക് സർക്യൂട്ട് ഡയഗ്രം എടുക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ സർക്യൂട്ട് ഡയഗ്രം. അത് നമുക്ക് സൂം ചെയ്തെടുക്കാം, കുറച്ച് വലുതായിട്ട് കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ സർക്യൂട്ട് ഡയഗ്രം. ഇതിൽ ഞാൻ ആ സർക്യൂട്ട് ഡയഗ്രം തന്നെയാണ് നമ്മുടെ സർക്യൂട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം. നിങ്ങൾ സ്പൈസ് പഠിച്ചതാണല്ലോ. അപ്പം 2 സപ്ലൈ കൊടുക്കാൻ വേണ്ടി 2 VDC എടുത്തു. 12 വോൾട്ടും -12 വോൾട്ടും കൊടുക്കണമല്ലോ നമുക്ക്. ഒരു ഓപ്പാമ്പ് ആണെങ്കിൽ നിങ്ങൾക്കറിയാം ഡ്യുവൽ പവർ സപ്ലൈ ആണ് നമുക്ക് വേണ്ടത് അല്ലേ. പ്ലസ് വോൾട്ടേജ് വേണം, മൈനസ് വോൾട്ടേജ് വേണം. പിൻ നമ്പർ 7ലാണ് നമ്മൾ പോസിറ്റീവ് വോൾട്ടേജ് കൊടുക്കുക, പിൻ നമ്പർ 4ൽ നെഗറ്റീവും കൊടുക്കും. അപ്പോൾ അതിനുവേണ്ടി 2 പവർ സപ്ലൈ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണക്ഷൻസൊക്കെ കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഇവിടെ കണക്ഷൻ കൊടുത്തിട്ടില്ല. പിൻ നമ്പർ ഇതുമായിട്ട് കണക്ട് ചെയ്യണ്ടേ, അപ്പോൾ ആ കണക്ഷൻ കൂടെ ഞാൻ കൊടുക്കാം. ഇവിടുന്ന് കണക്ട് ചെയ്യണം. പിൻ നമ്പർ 7, അതേപോലെ തന്നെ ഇവിടെ പിൻ നമ്പർ 4ഉം ഈ പിൻ നമ്പർ 4ഉം കൂടെ കണക്ട് ചെയ്യുക. ഓക്കെ, ദെൻ ഇവിടെ ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. 0.6 വോൾട്ടാണ് ഇവിടെ ഇൻപുട്ട് കൊടുത്തത്. 0.7 താഴെയുള്ള ഒരു വോൾട്ട് കൊടുക്കണം എന്നല്ലേ പറഞ്ഞത്. 0.6 വോൾട്ടാണ് ഞാൻ ആംപ്ലിറ്റ്യൂഡ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ ഫ്രീക്വൻസി നോർമലി 50 ഹെർട്സ് കൊടുത്തു. 50 ഹെർട്സുള്ളൊരു വേവ്, ഏത് ഫ്രീക്വൻസി നമുക്ക് കൊടുക്കാം. തൽക്കാലം ഞാൻ 50 ഹെർട്സ് തന്നെ കൊടുത്തു. പിന്നെ നമ്മുടെ സർക്യൂട്ടിൽ നിന്നുള്ളൊരു വ്യത്യാസം, ഞാനിവിടെ ഒരു ലോഡ് റെസിസ്റ്റൻസ് കണക്ട് ചെയ്തു എന്നുള്ളതാണ്. ഒരു ലോഡ് 100Kയുടെ ഒരു ലോഡ് ഇട്ടു. നമ്മുടെ സാറിന് ലോഡ് ഇട്ടില്ലെങ്കിലും വേവ് ഫോം കിട്ടും. അപ്പോൾ ലോഡ് ഇട്ട് കഴിഞ്ഞാലാണ് കറക്റ്റായിട്ടുള്ള വേവ് ഫോംസ് കിട്ടുക. അതുകൊണ്ടാണ് ലോഡ് ഉപയോഗിച്ചത് ഇവിടെ. പിന്നെ ബാക്കി എല്ലാ വാല്യൂസും സർക്യൂട്ടൊക്കെ സിമിലറാണ്. ഇനി നമുക്ക് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് നോക്കാൻ വേണ്ടി ആദ്യം നമ്മളൊരു സിമുലേഷൻ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കണം. ഇവിടെ ന്യൂ സിമുലേഷൻ പ്രൊഫൈൽ അല്ലേ. ഇതൊരു ടൈം ഡൊമൈൻ അനാലിസിസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സാറിന് സ്പൈസിൽ ഒരു എന്ത് ചെയ്യും, ഒരു സിമുലേഷൻ പ്രൊഫൈൽ ഉണ്ടാക്കും. ആ സിമുലേഷൻ പ്രൊഫൈലിനൊരു പേര് കൊടുക്കാം. ഒരു പേര് കൊടുത്തു. ദെൻ ഒരു പുതിയൊരു വിൻഡോ, സിമുലേഷൻ സെറ്റിങ്സിൻ്റെ ഒരു വിൻഡോ നമുക്ക് വരും. ഇവിടെ നമ്മൾ അനാലിസിസ് ടൈപ്പ് ടൈം ഡൊമൈനാണ്, നിങ്ങൾക്കറിയാം. അതിൻ്റെ ടൈം എത്ര ടൈം റൺ ചെയ്യണമെന്നുള്ളത് നമുക്ക് കൊടുക്കാം അല്ലേ. റൺ ടൈം കൊടുക്കാം. റൺ ടൈം സപ്പോസ് ഞാനിവിടെ കൊടുത്തത് 50 ഹെർട്സ് ആണല്ലോ വേവിൻ്റെ ഫ്രീക്വൻസി. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം അതിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 20 മില്ലി സെക്കൻഡ് ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഒരു 3 സൈക്കിളാണ് കിട്ടേണ്ടതെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കും, ഇവിടെ 60 മില്ലി സെക്കൻഡ് കൊടുക്കും. 20 × 3. അപ്പോൾ റൺ ടൈം 60 കൊടുക്കുകയാണെങ്കിൽ 3 സൈക്കിൾസ് കിട്ടും അല്ലേ. അപ്പോൾ ഞാനിവിടെ തൽക്കാലം ഒരു 80 കൊടുക്കുന്നു. 80 മില്ലി സെക്കൻഡ്സ്, 80 m കൊടുക്കും. അപ്പോൾ 80 മില്ലി സെക്കൻഡ് നമുക്ക് 4 സൈക്കിൾസ് കിട്ടേണ്ടതാണ്. പിന്നെ വേണമെങ്കിൽ ഇവിടെ സ്റ്റാർട്ട് സേവിങ് ഡാറ്റ ആഫ്റ്റർ സാറിന് 0 ആണ് നമ്മൾ കൊടുക്കുക. ഉടനെ തന്നെ സേവ് ചെയ്യാൻ പറയും. അപ്പോൾ ഇത് ഓപ്പാമ്പ് ആയതുകൊണ്ട് ഉടനെ തന്നെ സേവ് ചെയ്യേണ്ട, ഒരു 20 മില്ലി സെക്കൻഡ്സ് കഴിഞ്ഞിട്ട് സേവ് ചെയ്യാം. 20 m കഴിഞ്ഞിട്ട്, അതായത് നമുക്ക് കിട്ടുക എത്ര സൈക്കിളേ കിട്ടുള്ളൂ. 20 കഴിഞ്ഞാൽ പിന്നെ 60 മില്ലി സെക്കൻഡല്ലേ ഉള്ളൂ. 3 സൈക്കിളേ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുള്ളൂ. ഓക്കെ,
ആ രീതിയിലാണ്. ആ തുടക്കത്തിൽ കുറച്ച് ചെറിയ നോയ്സ് ഉണ്ട്, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് 10 മൈക്രോ ഇവിടെ കൊടുക്കുക. സ്റ്റെപ്പ് സൈസ് നമ്മൾ കൊടുക്കുക സാധാരണ 10 മൈക്രോ സെക്കൻഡ്സ് ആണ്. ഓക്കെ, ദെൻ റൺ ചെയ്യിക്കാം. നെക്സ്റ്റ് റണ്ണാണ്. റണ്ണിന് മുമ്പേ നമ്മൾ എന്ത് ചെയ്യണം, എവിടെയൊക്കെയാണ് നമുക്ക് വേവ് ഫോം വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ ഒരു പ്രോബ് അല്ലേ, പ്രോബിന് ഈക്വലൻ്റ് ആയിട്ട് ഇവിടെ എന്താണുള്ളത്, വോൾട്ടേജ് മാർക്കർ എന്നാണ് പറയുക. ഒരു വോൾട്ടേജ് മാർക്കർ ഒന്ന് ഇവിടെ കൊടുത്തു. ഔട്ട്പുട്ട് എന്തായാലും വേണമല്ലോ, ഔട്ട്പുട്ട് വേണം. പിന്നെ ഇൻപുട്ടും കൂടെ നമുക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെയും കൊടുക്കുക. ഇൻപുട്ട് അവിടെയല്ല, ഇവിടെ ഫംഗ്ഷൻ ജനറേറ്റർ നമ്മൾ കൊടുക്കുന്ന പോയിന്റ് ഉണ്ടല്ലോ, ഇവിടെ നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ 2 വേവ് ഫോംസാണ് നമുക്ക് ഉണ്ടാവുക. ഇനി നമ്മൾ റൺ ചെയ്യിക്കുകയാണ് വേണ്ടത്. ഇവിടെ റൺ സ്പേസ് പ്രസ് ചെയ്യാം. ഓക്കെ, ഒരു പുതിയ വിൻഡോ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നമുക്ക് ആ വിൻഡോയിൽ നിങ്ങൾക്ക് 2 വേവ് ഫോംസ് നിങ്ങൾക്ക് കാണാം. ഇൻപുട്ട് നിങ്ങൾക്ക് റെഡ് കളർ കാണുന്നത് ഇൻപുട്ടാണ് അല്ലേ, റെഡ് കളർ ഇൻപുട്ടാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആംപ്ലിറ്റ്യൂഡ് നമുക്ക് നോക്കാം. ആംപ്ലിറ്റ്യൂഡ് 1, 2, 3 അല്ലേ, ഇത് മൊത്തം ഇത് 1 വോൾട്ടാണ്. അപ്പോൾ ഇവിടെ ഇത് എന്തുണ്ടാവും, 0.2, 0.4, 0.6. 0.6 ആണല്ലോ നമ്മൾ ഇൻപുട്ട് കൊടുത്തത് അല്ലേ. 0.6 ഇൻപുട്ട് കൊടുക്കുന്ന സമയത്ത് ഔട്ട്പുട്ട് എത്രയുണ്ട്, ഏകദേശം അതിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് അല്ലേ. 0.6ൻ്റെ അടുത്ത് തന്നെ വരുന്നുണ്ട് ഔട്ട്പുട്ട് അല്ലേ. 0.6 തന്നെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. സാധാരണ ഇതിൽ നമ്മൾ സാധാരണ റെക്ടിഫയേഴ്സിൽ എന്താ വരിക, ഡയോഡ് റെക്ടിഫയർ എങ്ങനെ വരിക, നമ്മളിപ്പോൾ ഒരു 5 വോൾട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും 5 തന്നെ ഔട്ട്പുട്ട് കിട്ടില്ല. 5 - 0.6 ആയിരിക്കും ഔട്ട്പുട്ടിൽ ഉണ്ടാവുക. അതായത് ഒരു 4.4 വോൾട്ടേ ഉണ്ടാവുള്ളൂ. സാധാരണ സിലിക്കണാണ് നിങ്ങൾ റെക്ടിഫയർ ഡയോഡായിട്ട് ഉപയോഗിച്ചെങ്കിൽ. പക്ഷേ ഇവിടെ നമ്മൾ കൊടുത്ത ആംപ്ലിറ്റ്യൂഡ് 0.7 ആണ് കൊടുക്കുന്നത്. 0.7 തന്നെ നമുക്ക് ഔട്ട്പുട്ടിലുണ്ടാവും. ഇത് രണ്ടും കൂടെ ഓവർലാപ്പ് ചെയ്തിട്ടുള്ള വേവ് ഫോമാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്കറിയാമല്ലോ, വേണമെങ്കിൽ നമുക്കൊരു പുതിയൊരു പ്ലോട്ട് വിൻഡോ എടുത്തിട്ട് പ്ലോട്ട് ടു വിൻഡോ എടുക്കുക. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഈ വേവ് ഫോമിനെ ഏതെങ്കിലും ഒരു വേവ് ഫോമിനെ വേണമെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് ഇവിടെ വരുത്താം. ഇവിടെ ഇൻപുട്ട് വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം അല്ലേ. ഇൻപുട്ട് ഇവിടെ ആഡ് ചെയ്യണമെങ്കിൽ ട്രേസ് ആഡ് ചെയ്യാം. ആഡ് ട്രേസ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഏതാ വേണ്ടത്, VR6:2 അല്ലേ ഇൻപുട്ട് എന്ന് പറയുന്നത് അല്ലേ. ഇൻപുട്ട് എന്ന് പറയുന്നത് ഓക്കെ R6 അല്ല, V3:+. അപ്പോൾ അത് ഇവിടുന്ന് സെലക്ട് ചെയ്യുക. V3:+. അപ്പോൾ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, നമുക്ക് ഇൻപുട്ട് ഇവിടെ കിട്ടും. ഇവിടെ ഇൻപുട്ട് ഔട്ട്പുട്ടും കൂടെ ഉണ്ട്. അപ്പോൾ ഔട്ട്പുട്ട് വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാം, റിമൂവ് ചെയ്ത് കളയാം. അല്ലെങ്കിൽ ഇവിടുന്ന് ഇൻപുട്ട് അങ്ങ് റിമൂവ് ചെയ്ത് കളയാം. അപ്പോൾ ഇത് റിമൂവ് ചെയ്ത് കളയാം. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ടും കിട്ടി. ഓക്കെ, ഇതാണ് നമ്മുടെ വേവ് ഫോം. അപ്പോൾ സൈൻ വേവ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് റെക്ടിഫൈ ആയിട്ടുള്ള വേവ് ഫോമാണ് ഔട്ട്പുട്ട് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ വരച്ചെടുക്കേണ്ടത്. ഗ്രാഫായിട്ട് നമ്മൾ വരയ്ക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഒരു 0.6 ഇൻപുട്ട് കൊടുത്തുകൊണ്ടുള്ള ഒരു വേവ് ഫോം ഇൻപുട്ടും ഔട്ട്പുട്ടും വരച്ചെടുക്കുക. ഓക്കെ, താങ്ക് യു.